ആഗോള ബിസിനസ് ഭൂപടത്തിൽ ഏറ്റവും ആകർഷകമായ തൊഴിൽ കേന്ദ്രങ്ങളിലൊന്നാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ കരിയറും സ്വപ്നങ്ങളും കെട്ടിപ്പടുക്കാൻ ഈ രാജ്യത്തേക്ക് ഒഴുകിയെത്തുന്നത്. ഒരു വിദേശ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ ഏതൊരു ജീവനക്കാരനും ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തൊഴിൽ സുരക്ഷിതത്വവും തങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷണവുമാണ്. ഈ സുരക്ഷിതത്വ ബോധം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ ഓർമ്മപ്പെടുത്തൽ പ്രവാസി സമൂഹത്തിന് വലിയ ആശ്വാസമാണ് പകരുന്നത്. ജീവനക്കാരുടെ വ്യക്തമായ രേഖാമൂലമുള്ള സമ്മതമില്ലാതെ തൊഴിൽ കരാറിലെ ശമ്പളം, തസ്തിക, ജോലിയുടെ സ്വഭാവം തുടങ്ങിയ അടിസ്ഥാന വ്യവസ്ഥകളിൽ മാറ്റം വരുത്താൻ തൊഴിലുടമകൾക്ക് കഴിയില്ലെന്നാണ് മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നിയമം കേവലം ഒരു ചട്ടക്കൂടല്ല, മറിച്ച് തൊഴിൽ വിപണിയിലെ സമഗ്രമായ സുതാര്യത ഉറപ്പാക്കാനുള്ള UAEയുടെ ദീർഘവീക്ഷണത്തിന്റെ പ്രതിഫലനമാണ്. UAEയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഒന്നാണ് 2021 33 നമ്പർ ഫെഡറൽ ഡിക്രി നിയമം. മുൻപുണ്ടായിരുന്ന പരമ്പരാഗത തൊഴിൽ നിയമങ്ങളെ പൂർണ്ണമായും നവീകരിച്ചുകൊണ്ടാണ് ഈ പുതിയ നിയമം നടപ്പിലാക്കിയത്. തൊഴിലുടമയുടെയും ജീവനക്കാരുടെയും അവകാശങ്ങളെ തുല്യമായ രീതിയിൽ സംരക്ഷിക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. കരാറുകളിൽ ഏകപക്ഷീയമായ ഭേദഗതികൾ വരുത്തുന്നത് തടയുന്നതിലൂടെ തൊഴിൽ വിപണിയിൽ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുന്നു. മുൻകാലങ്ങളിൽ പലപ്പോഴും കമ്പനികൾ സാമ്പത്തിക പ്രതിസന്ധികളോ മറ്റ് ആഭ്യന്തര കാരണങ്ങളോ ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെ അറിവോ സമ്മതമോ കൂടാതെ ശമ്പളം കുറയ്ക്കുകയോ തസ്തികകളിൽ മാറ്റം വരുത്തുകയോ ചെയ്യുന്ന പ്രവണതകൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ ഫെഡറൽ നിയമം ഇത്തരം ഏകപക്ഷീയമായ നടപടികൾക്ക് പൂർണ്ണമായും തടയിടുകയും രണ്ട് കക്ഷികൾക്കും തുല്യനീതി ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഒരു തൊഴിൽ കരാറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ 3 ഘടകങ്ങളാണ് ശമ്പളം, തസ്തിക അഥവാ ജോബ് ടൈറ്റിൽ, പിന്നെ ജോലിയുടെ സ്വഭാവം എന്നിവ. ഇതിൽ ഏതിലെങ്കിലും ഒന്നിൽ മാറ്റം വരുത്താൻ മാനേജ്മെന്റ് തീരുമാനിച്ചാൽ അതിന് ജീവനക്കാരന്റെ പൂർണ്ണമായ രേഖാമൂലമുള്ള അനുമതി ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന്, ഒരു കമ്പനിയിൽ മാനേജർ പദവിയിൽ ജോലി ചെയ്യുന്ന ഒരാളെ പെട്ടെന്നൊരു ദിവസം ക്ലറിക്കൽ തസ്തികയിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ കരാറിൽ ഒപ്പുവെച്ച കൃത്യമായ ശമ്പളത്തിൽ നിന്ന് ഒരു തുക വെട്ടിക്കുറയ്ക്കാനോ തൊഴിലുടമയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സാധിക്കില്ല. ജീവനക്കാരന്റെ ജോലി സമയത്തിലോ രീതികളിലോ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും കരാർ ലംഘനത്തിന്റെ പരിധിയിൽ വരാം. സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇരുപക്ഷവും തമ്മിൽ ചർച്ച ചെയ്ത് പരസ്പര ധാരണയിലെത്തി ജീവനക്കാരൻ അത് രേഖാമൂലം അംഗീകരിക്കേണ്ടത് അനിവാര്യമാണ്. തൊഴിൽ കരാറുകളിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന കമ്പനികൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി മാത്രമേ അതിനായി അപേക്ഷിക്കാൻ പാടുള്ളൂ. ഇതിനായി മന്ത്രാലയം മോഡിഫിക്കേഷൻ ഓഫ് വർക്ക് പെർമിറ്റ്സ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്സ് എന്ന പേരിൽ പ്രത്യേക ഡിജിറ്റൽ സേവനം ഒരുക്കിയിട്ടുണ്ട്. ഒരു കമ്പനിയും ജീവനക്കാരനും തമ്മിൽ ആഭ്യന്തരമായി ഉണ്ടാകുന്ന വെള്ളക്കടലാസിലെ ഒപ്പുകൾക്കോ വാക്കാലുള്ള കരാറുകൾക്കോ യാതൊരുവിധ നിയമ സാധുതയും ഉണ്ടായിരിക്കുന്നതല്ല. കരാറിലെ എല്ലാവിധ ഭേദഗതികളും മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ സമർപ്പിക്കുകയും അവിടെ അത് കൃത്യമായി പരിശോധിച്ച ശേഷം മന്ത്രാലയം ഔദ്യോഗികമായി അംഗീകരിക്കുകയും വേണം. മന്ത്രാലയത്തിന്റെ അംഗീകാരവും രേഖപ്പെടുത്തലും ഇല്ലാതെ ഏതൊരു മാറ്റവും നിയമത്തിന് മുന്നിൽ അസാധുവായി കണക്കാക്കപ്പെടും. ഇത് വ്യാജ ഒപ്പുകളിലൂടെയോ സമ്മർദ്ദത്തിലൂടെയോ കരാറുകൾ തിരുത്തുന്നത് തടയാൻ സഹായിക്കുന്നു. തൊഴിൽ നിയമത്തിൽ അതീവ പ്രാധാന്യമുള്ള മറ്റൊരു വ്യവസ്ഥ ജീവനക്കാരന് നിയമം ഉറപ്പു നൽകുന്ന അടിസ്ഥാന അവകാശങ്ങളെ ഹനിക്കുന്ന തരത്തിലുള്ള ഏതൊരു കരാറും വ്യവസ്ഥയും നിയമപരമായി നിലനിൽക്കില്ല എന്നതാണ്. തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ പരസ്പര സമ്മതത്തോടെയാണ് അവകാശങ്ങൾ കുറയ്ക്കുന്ന കരാറിൽ ഒപ്പുവെച്ചതെന്ന് വാദിച്ചാൽ പോലും നിയമം ജീവനക്കാരന് നൽകുന്ന കുറഞ്ഞ ആനുകൂല്യങ്ങളെക്കാൾ താഴെയുള്ള വ്യവസ്ഥകൾ പൂർണ്ണമായും അസാധുവാക്കും. എന്നാൽ ഇതിനൊരു മറുവശമുണ്ട്. ജീവനക്കാരന് കൂടുതൽ ഗുണകരമായ രീതിയിൽ ശമ്പളം വർദ്ധിപ്പിക്കാനോ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാനോ മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ ഒരുക്കാനോ വേണ്ടിയാണ് കരാർ പുതുക്കുന്നതെങ്കിൽ നിയമം അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയും അതിനായുള്ള ഇളവുകൾ അനുവദിക്കുകയും ചെയ്യുന്നു. അതായത് നിയമത്തിന്റെ സംരക്ഷണം എപ്പോഴും തൊഴിലാളിയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പ്രവാസികൾക്കിടയിൽ പലപ്പോഴും നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് കമ്പനി ആവശ്യപ്പെട്ടാൽ ഒപ്പിട്ട് നൽകാൻ ജീവനക്കാരൻ ബാധ്യസ്ഥനാണ് എന്നത്. ഒപ്പിടാൻ വിസമ്മതിച്ചാൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭയം കാരണം പലരും തങ്ങളുടെ ദോഷകരമായ വ്യവസ്ഥകളിൽ ഒപ്പുവെക്കാറുണ്ട്. എന്നാൽ UAE നിയമപ്രകാരം സമ്മർദ്ദത്തിന് വഴങ്ങി ഒപ്പിടേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഒരു തൊഴിലുടമ നിയമവിരുദ്ധമായി കരാർ വ്യവസ്ഥകൾ മാറ്റാൻ ശ്രമിക്കുകയോ അതിനായി ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ ജീവനക്കാരന് മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തെ നേരിട്ട് സമീപിച്ച് പരാതി നൽകാൻ പൂർണ്ണ അവകാശമുണ്ട്. മന്ത്രാലയത്തിന്റെ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി ശമ്പള വിതരണം കൃത്യമായി നിരീക്ഷിക്കപ്പെടുമെന്നതിനാൽ കരാറിലെ തുക കൃത്യമായി നൽകാത്ത കമ്പനികൾക്കെതിരെ ഡിജിറ്റലായി തന്നെ നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടത്തിന് സാധിക്കും. പുതിയ നിയമങ്ങൾ തൊഴിലുടമകളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. UAE ഭരണകൂടം സ്വീകരിക്കുന്ന ഇത്തരം കർശനമായ നിലപാടുകൾ തൊഴിൽ വിപണിയെ കൂടുതൽ സുസ്ഥിരവും വിശ്വസനീയവുമാക്കുന്നു.
തൊഴിലുടമയും ജീവനക്കാരനും തമ്മിലുള്ള ബന്ധം വെറുമൊരു യജമാന-ദാസ ബന്ധമല്ല, മറിച്ച് ഇരുപക്ഷത്തിനും കൃത്യമായ പങ്കാളിത്തമുള്ള ഒരു നിയമപരമായ കരാറാണെന്ന് ഈ നിയമം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അവകാശങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഓരോ ജീവനക്കാരനും ഉണ്ടായിരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമാണ്. തങ്ങളുടെ കരാറുകളിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രം അതിന് അനുമതി നൽകുക. UAE-യുടെ സാമ്പത്തിക പുരോഗതിയിൽ പങ്കാളികളാകുന്ന പ്രവാസി സമൂഹത്തിന് അന്തസ്സോടെയും സുരക്ഷിതത്വത്തോടെയും ജോലി ചെയ്യാനുള്ള മികച്ച അന്തരീക്ഷമാണ് ഈ നിയമങ്ങളിലൂടെ രാജ്യം ഉറപ്പു നൽകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.